ഏറിയ നാളായല്ലോ മധുമലർ വിരിയുന്ന പൂരണ മധു കുടിപ്പാനേ എന്നിൽ ഏതൊരു കാലത്താണ് വിധി കൂട്ടിത്തരുന്നെന്ന വേദന സഹിച്ചിരിപ്പാനേ. കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞില്ലേ, അത് കാമിനിയൊരുത്തിയോടുള്ള മോഹത്താലാണെന്ന് പൂമണിക്കിന്നും തിരിഞ്ഞില്ലേ. പേരിമ്പക്കാനിയാളോടുള്ളലെനിക്കു നിറഞ്ഞേ, പ്രേമത്തിന്മാരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞേ, താരം വെച്ചെടുത്താലും കള്ളികളെല്ലാം അറിഞ്ഞേ, താമരപ്പൂ മുഖമൊന്നും ചൊല്ലിയതില്ല തിരിഞ്ഞേ. കണ്ണാളെ പല്ല് മുത്തു നിരത്തതിനൊത്തരിമെത്തിടും പെണ്ണാളെ, നിന്റെ തേനെഴും പവിഴച്ചിരിയുന്നു ഞാനൊരിച്ചു നുണച്ചിടുമെന്ന് മുത്തേ. മോഹപ്പത്തിന്റെ തത്തെ ഉന്നാരക്കുട്ടി തത്തെ, ക്ഷേമം എനിക്ക് നല്ലൊരു മറുപടി തന്നൊരു ദേവി, മുല്ലമലർ മണമുള്ളൊരു ദേവി. ഏറിയ നാളായല്ലോ മധുമലർ ആദിന എവിടെ എന്താണ് നിന്റെ കള്ളം കൊണ്ട് തെറ്റമാക്കി. നീ ഒച്ചയമ്പിളിന്റെ അറിയൊക്കെ കേട്ടില്ലേ? നമുക്ക് പോയോക്കാം. പലതും പോയോ ആയിത്താത്ത? പോവാൻ ഇവിടെ എന്തിരിക്കുന്നു മോനെ? എന്താണ് അവിടെ? അതാ കാതർ മുതലാളി വേണ്ട. എന്തേനു? മുതലാളി കള്ളം വന്നു ചെറ്റ മാന്തി. വല്ല സാധനങ്ങൾ എന്തെങ്കിലും പോയോ? ഒന്നും കൊണ്ടുപോയില്ല മുതലാളി. പക്ഷെങ്കിൽ കള്ളം പാഞ്ഞളഞ്ഞു. നിങ്ങളൊക്കെ പോയിണ്ട? എല്ലാരും പോയി. ഞാന് ബീച്ച് കോൺസ്റ്റബിളിനോട് പറയാം ഈ പറമ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇനി അതുണ്ടാവില്ല. കിടന്നിറങ്ങിക്കൊള്ളു. ഇനി ഒന്നും പേടിക്കാനില്ല. എല്ലാം മുതലാളി ശരിയായിക്കൊള്ളു. ഇത്താത്ത അകത്ത് പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളേ. സ്വഭാവമായിട്ട് ഞമ്മള് കിടന്ന് ഉറങ്ങിയ ദിവസം മറന്നുണ്ട്. എന്തൊക്കെ നിങ്ങളൊന്നും മുണ്ടാത്തെ? 6-7 കൊല്ലായില്ലേ എന്റെ മോളില് കെട്ടി പോയിട്ട്. അന്ന് സാരമില്ലെന്ന്. എല്ലാ റബ്ബിന്റെ വിധി. അല്ല, നമ്മുടെ കാന്തിയാരുടെ വീടിന് പറ്റില്ല. ആൺകുട്ടി റബ്ബേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വിധി ഞമ്മക്കില്ല റബ്ബേ. നേരം വിളിക്കായിത്ത. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളി. എങ്ങനെ ഉറങ്ങാൻ എന്റെ കള്ളന്മാരെ കൊണ്ട് പൊറുതിണ്ടോ? ആണും തുണിയില്ലാത്ത വീടാച്ചാ ഇതൊക്കെ ഉണ്ടാവും. ജാനു, നീ ഇതൊരു പാലം ഉണ്ടോ? സൂക്ഷിച്ചു പോണം. ആ ചായക്കടകളോടൊക്കെ ചില പൂവാലന്മാരെ കാണും. അല്ല, ജാനു അറിഞ്ഞില്ലേ? എന്റെ ചങ്ങാഴ്ചന്റെ വീട്ടില് കള്ളം കടന്നത്? ഹാമിനിന്റെ വീട്ടിലോ? അയ്യോ,
ശത്രു വിമാനങ്ങൾ വീണ്ടും ബോംബിട്ടിരിക്കുന്നു. അതെന്ത് ബോംബ? ഒടുക്കത്തെ ബോംബ്? ഒടുക്കത്തെ ബോംബ. അയനക്കാത്ത വലിയ ആറ്റം ബോംബ് വീണേക്കണേ കല്ലായി കടവത്ത്. അത് പറഞ്ഞ എന്ത്? ഇന്നലത്തെ കള്ളന്മാർക്ക് കല്ലായിനോട് വലിയ മൊഹബത്താ, വിട്ടു പോണില്ല. കല്ലായിനോടല്ല, കല്ലായിലെ മൊഞ്ചത്തികളോടാണ് കള്ളന്മാരിക്കും മൊഹബത്ത്. പാലിന്റെ പാത്രം തരി. ഇന്നത്തെ കണി കുണമുണ്ട്. എല്ലാ വിവരങ്ങളും ആമുട്ടിനെ കാണും. സുബൈവാങ്ക് കൊട്ടുത്തപ്പോഴേക്കും മുല്ലാക തുടങ്ങി പിത്തന. ചായണ്ട അല്ലാമുട്ടി, അവിടെ കക്കാനും വേണ്ടി എന്തുട്ട് വായിക്കാനുള്ളത് അതാണ് ഞമ്മക്ക് തിരിയാത്തത്. അജ്ജി തെറ്റി വന്ന കളയായിട്ടായിരിക്കും അല്ലാക്ക. അയ്യറിനാളം തന്നെയാവും. കക്കാനും വേണ്ടിട്ട് അവിടെ പൊന്നിങ്ങനെ അട്ടിക്കിട്ട് വെച്ചേക്കണം. അല്ല വല്ലാക്ക, ആമയാന്റെ മുഖത്ത് പൊന്നുണ്ട്. പൊന്നെ അവനെന്റെ മുഖത്തല്ല, കൽബില. പാമുട്ടിക്ക് ആമിനോട് പിരിച്ചുണ്ടെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഈ വന്നത് കൽബ് കള്ളനായിരിക്കും. കൽബ് കള്ളന് വരാമല്ലോ. ആമയാന്റെ കെട്ടിയോൻ പോയിട്ട് 6-7 കൊല്ലായാലും വല്ലാക്ക. അതിന് ഇടക്കണ്ടാണ്ടോ? തള്ള അറിഞ്ഞപ്പോൾ ആമിനെ ഒറ്റ ഉണ്ടാക്കിയതായിരിക്കും. എടാ, നിങ്ങളൊക്കെ പുരയിൽ ഉമ്മിയും പെങ്ങന്മാരില്ലേ? മുതലാളി പറഞ്ഞ സാധനം അച്ഛനാചാര്യടുത്തുണ്ട്. എത്ര കല്ലുണ്ട്? 500 കല്ലുണ്ട്. നല്ല മരുത് പോലത്തെ കാര്യം അടുത്തടുത്ത് വെച്ചാൽ ഒരാൾക്കും തിരിയില്ല മുതലാളി. അത് ചെലവാക്കുന്നിടത്ത് ചെലവാക്കണം, ഇവിടെ ചെലവാവില്ല. മരുന്നൊന്നും പറഞ്ഞ താമ നിൽക്കുന്ന പണി എനിക്കില്ല. നമ്മളതിന്റെ മഹബ് പറഞ്ഞ സംശയം അയക്കാം. നീ പോ. ആരാണ്? വലൈക്കും സലാം. എന്താണ് അജീരെ? ഞാൻ മില്ലിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാ. ഗോവിന്ദാരെ വരൂ, ഇരിക്കും. പിന്നെ മുതലാളി, ആ കൊങ്ങയുടെ പണം ചൊവ്വ നേരെ കിട്ടുന്ന വഴി കാണുന്നില്ല. അതുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ഈ കോടതി പണി അങ്ങനെ നടത്തിക്കാറാം. എന്താ മുതലാളി? വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനല്ലേ ഗോവിന്ദാരെ വെച്ചിരിക്കുന്നത്. ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് വേറെ ഹർജിയും കൂടി എഴുതാനുണ്ട്. അതെല്ലോ, നിങ്ങൾ വീട്ടിലേക്ക് അണിക്കും, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം. മുതലാളി, എന്താ മതേ? മോളെ കല്യാണം നിശ്ചയിച്ചേക്കണം. എപ്പോഴാണ്? വരുന്ന വെള്ളിയാഴ്ച രാവിലെ. നീ ആ മുട്ടിയോട് 50 ഉറുപ്പ്യ വാങ്ങിക്കും, ഞാൻ അവനോട് പറഞ്ഞോളാം. ഇന്ന് എത്ര കണ്ടി മരം കിട്ടി? ഇപ്പൊ ശരിയാവും മുന്നോട്ട്. ഇപ്പൊ ശരിയാവും. ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ശരിയായതായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് 3 മില്ലിലേക്ക് മരം അയക്കണം. നിങ്ങൾ കയ്യിലെങ്കിൽ അത് പറയും. മുതലാളി. എന്ത് മുതലാളി? മുതലാളി, എന്താണ്? ഓനോട് ട്രങ്ക് ഉണ്ടാകും. എന്താണ് വിവരം? 5 വാഗൺ സ്ലീപ്പർ ഒട്ടാനെ അയക്കണം. കേട്ടോ? നല്ലപോലെ ചെവി തുറന്ന് കേക്കി. ചായപ്പീടിയെന്നാ ഞാൻ കേട്ടത്. ഇതിപ്പോ അവിടെയും പാട്ടായോ? ഇനി കാണുന്നവർ ചോദിക്കും എന്തിനാ വന്നത്, എപ്പോഴാ വന്നത്, ആരാ വന്നതെന്നൊക്കെ. എനിക്ക് ഇവരോടൊന്നും മറുപടി പറയാൻ കഴിയില്ല റബ്ബേ. ഞാൻ ചോദിക്കാനൊന്നും വന്നതല്ല. ഇരിക്കുക. ആ മൊല്ലാപ്പിളന്റെ ഒരു നോട്ടവും നാവും. ഇന്നലെ കള്ളം വന്നത് നിങ്ങളെ കക്കാനായിരുന്നു അത്രേ.
ജാനുവിനെ ആരും കക്കൂല. ജാനുവിനെ അച്ഛനുണ്ട്. ജാനുവിന്റെ ആലയില് ഉളിയും ചുറ്റിയുണ്ട്. എനിക്ക് പാപ്പിയുമില്ല, ആരുമില്ല. പട്ടാളത്തിലുള്ള ആള് പോരെ? അവരിവിടെ ഇല്ലല്ലോ ജാനു. 6-7 കൊല്ലമായി. എവിടെയെന്ന് പോലും എനിക്കറിയില്ല. തുടങ്ങി. നിങ്ങൾക്ക് വലിയ കണ്ണീരാ. എന്റെ കൽബ് ചെറിയോ വലുതാവില്ലെന്നും പോയോ മരില്ലെന്നും നിശ്ചയിക്കണ്ട. ഞാൻ എന്നും അവരെ ഓർത്ത കിടക്കാറുള്ളത്. ഇപ്പൊ വരും എന്നിങ്ങനെ ഓർത്ത് കിടക്കുമ്പോഴാണ് അയാള്. ആര് ആര് ആരാ? നിങ്ങൾ എന്നോട് സ്വകാര്യം പറയൂ. അവന്റെ തലേമേൽ ഞാൻ അമ്മയെ കൊത്തും. നിങ്ങൾ എന്താ ഒളിച്ചു കളിക്കുന്നേ? ഇന്നലെ രാത്രിയിൽ വന്ന ആളുടെ പേര് ഉമ്മനോട് പറയാൻ എന്റെ നാവിന്റെ തുമ്പത്ത് വന്നതാ. ആളാരാണെന്ന് പറയേ. എന്നോട് പറയില്ലേ? അതെ, ഒരാളോട് മാത്രമേ പറയൂ. അതാരോടാ? അതൊരാള്. ആളിന് പേരില്ലേ? കെട്ടിയോന്റെ പേര് കെട്ടിയോള് പറയാൻ പാടില്ല. ഓ, അങ്ങനെയാണോ? മൊലാളിന്റെ ഇവിടെ നല്ല നേരം നോക്കിയാ മൊല്ലാക്ക നീ കോയിലും നടത്തി. അല്ലോ നമുക്ക് പാടില്ല. നമ്മുടെ വീടിലേക്ക് 3 മാസം. നിങ്ങളല്ലേ അമ്മാള് പറഞ്ഞു വീടിൽ മരിച്ചെന്ന്. അത് കഴിഞ്ഞ റജബിലല്ലേ നമുക്ക്. അപ്പൊ നടന്ന് പെണ്ണ് കിട്ടുകയാണോ? എനിക്ക് എന്തറിയാ, ഓളുടെ അനിയത്തിന് ആരും നോക്കും. അത് നല്ല ചേരായി. മോളെ പ്രായമുള്ള വീടല്ലേ ആ മൊലാളി. ആ ആമുട്ടി, ഈ ചിരിച്ചോളി ഞങ്ങളുടെ കൽപ്പ് കത്തുകയാണ്. അത് തന്നെയാണ് ഇവിടെ വന്ന് കേറിയപ്പോ ഒരു കരിഞ്ഞ മണം. നമ്മൾ ഈ വെയിലത്ത് എത്ര വീടാണ് കേറി ഇറങ്ങിയതെന്ന് ഞമ്മക്കറിയാം. ആ കേറി ഇറങ്ങിയതിന് പ്രയോജനം ഉണ്ടെന്ന് വെച്ചോളി. അപ്പൊ ഇവിടുന്ന് പൈസ കടം ചോദിക്കാലോ. ആ ഒന്നിനൊന്ന് പോലെ പെൺകുട്ടികൾ പെരാറിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെയും പെണ്ണ് കെട്ടുക, മുയ്യില്ല, പിന്നെയും കെട്ടുക, മുയ്യില്ല. അതിനെപ്പറ്റി നിനക്ക് വല്ലതും അറിയാവൂ? നമ്മള് കെട്ടിയിട്ടില്ല. നബീന്റെ ഉമ്മത്തികള് ആലം ദുനിയാവിൽ പെറ്റ് പെരുകണോന്നാണ് മസാല. നല്ല മസാലാണ്, നല്ല മസാലാണ്. ദിവസം ഓരോ പെണ്ണ് കെട്ടുക, എന്നിട്ട് കുട്ടികളുണ്ടായത് അവരെ കെട്ടിക്കാൻ വേണ്ടി നാട് മുഴുവൻ കൈകിട്ടി നടക്കുക അല്ലേ? മലയാളി മുതലാളി ഒന്നും വിളിക്കണ്ട, പോയി പോയി. ഉള്ളവൻ ഇല്ലാത്തവനിക്ക് കൊടുക്കുക. അതാണ് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് പോലീശാക്കപ്പെട്ട പണിയാണ്. അതൊക്കെ ശരിയാ. പോകരെ ഈ വേം പോയി ആ കോഴിനെ അർപ്പിച്ചോണ്ടാ. പോക്കരെ ആ കോഴിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളി, ഞമ്മൾ അറുത്തുതരാ. നിങ്ങളല്ലേ നാളെ പറഞ്ഞു കോഴിനെ ഇറക്കാൻ പറ്റൂല, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് പള്ളയാണെന്ന്. അതിന് കൊണ്ടുവന്ന് മസാല. പോക്കരെ കോഴി എവിടെ? ശരി അങ്ങോട്ട്